അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. أعوذ بالله من الشيطان الرجيم وإذا مرضت فهو يشفين أما بعد. സ്നേഹധരനരായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിഗംഭീരമായ നാമങ്ങൾ ലിസാനുൽ അറബ് ഇമാം ഇബ്നു മൻദൂർ റഹിമഹുള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും അതിൻ്റെ വിവരണം ഇമാം അൽ ബൈഹഖി റഹ്മഹുല്ല, ഇമാം ഇബ്നു തൈമിയ റഹ്മഹുല്ല, ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ല തുടങ്ങിയ ഗ്രന്ഥത്തിൽ നിന്നും ഇൻഷാല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിഗംഭീരമുള്ള സൃഷ്ടികൾ ഏറ്റവും അധികം എല്ലാ അവസരങ്ങളിലും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു നാമമാണ് അഷ്ശാഫി എന്ന നാമം. അഷ്ശാഫി എന്നതിൻ്റെ ഏറ്റവും രത്ന ചുരുക്കത്തിലുള്ള അർത്ഥം രോഗങ്ങൾക്ക് എല്ലാം ശമനം നൽകുന്നവൻ എന്നതാണ്. ശമനം നൽകുന്നവൻ എന്നാണ്. അള്ളാഹുവാണ് അഷ്ശാഫി. അള്ളാഹുവിൻ്റെ ഷിഫ അല്ലാത്ത, അള്ളാഹുവിൻ്റെ ശമനമല്ലാത്തൊരു ശമനവും ഈ ലോകത്തില്ല. അത് വിശ്വാസികൾക്കറിയും, വിജ്ഞാനമുള്ളവർക്ക് അറിയും. അപ്പോൾ എന്തൊരു രോഗം വന്നാലും നമ്മുടെ ഹൃദയം നട്ടിരിക്കേണ്ടത് യഥാർത്ഥ ഡോക്ടറായ സർവ ഡോക്ടർമാരുടെയും സർവ്വവൈദ്യന്മാരുടെയും മുകളിലുള്ള യഥാർത്ഥ ഡോക്ടറായ അല്ലാഹു സുബ്ഹാനഹു തആലയിലാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ ഷാഫി എന്ന് ഉദ്ധരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല സർവ്വ രോഗങ്ങളുടെയും ശമനം നൽകുന്നവനാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഹദീസിൽ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് കാണാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ഇസ്ഫി അന്ത ഷാഫി. അല്ലാഹുവേ, നീ ഈ രോഗം ഷിഫയാക്കണേ, ശമനം നൽകണേ. അന്ത ഷാഫി, തീർച്ചയായും നീ മാത്രമാണ് ഷാഫി, ശമനം നൽകുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക്, നിൻ്റെ ശമനമല്ലാത്ത യാതൊരു ശമനവുമില്ല എന്ന് പ്രാർത്ഥിച്ചായിട്ട് കാണാം. ഹദീസ് അസ്മാ വസിഫാത്ത് ലിൽ ബൈഹഖി, ഇമാം ബൈഹഖി 154-ാമത്തെ ഹദീസിലും ഷെയ്ഖ് അൽബാനി എല്ലാം പ്രബലമാക്കിയ നിവേദന പരമ്പരയുള്ള ഹദീസാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശമനമല്ലാതെ യാതൊരു ശമനവും പ്രപഞ്ചത്തിൽ ഇല്ല. അത് വിജ്ഞാനം കൂടുന്നവർക്ക് അറിയും. ഏതൊരു ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രത്തിൽ കൂടുതൽ വിജ്ഞാനം നേടുന്നവരാണല്ലോ ശാസ്ത്രജ്ഞന്മാരായിട്ട് വരിക. അവർ പറയും എല്ലാ ശക്തിയുടെയും പിന്നിൽ ഒരു ഡിവൈൻ പവർ, ഒരു ദിവ്യ ശക്തിയുണ്ട് എന്ന് അവർ കണ്ടെത്തും. വിജ്ഞാനം കുറയുന്നതനുസരിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശക്തിയെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ വിജ്ഞാനം, നമ്മുടെ സയൻസ്, നമ്മുടെ അഡ്വാൻസ്ഡ് സയൻസ്, മോഡേൺ സയൻസ് എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്ന മെഡിക്കൽ സയൻസിൻ്റെ പരിധിയിൽ WHO ഡെഫിനിഷനിൽ ആരോഗ്യമെന്ന് പറഞ്ഞാൽ വെറും ശാരീരിക ആരോഗ്യമല്ല, ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യമാണ്. ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ഫിറ്റ്നസ്സിനെയാണ് ആരോഗ്യം എന്ന് പറയുക. ശാരീരികമായ വെൽബീയിങ്, ആരോഗ്യവും സൗഖ്യവും, മാനസികമായ സൗഖ്യവും സാമൂഹികമായ സൗഖ്യവും. അതേപോലെ തന്നെ ശരീരം എന്ന് പറഞ്ഞത് ഹാർഡ്വെയറും ഫിസിക്കൽ ബോഡിയും, മനസ്സെന്ന് പറഞ്ഞത് സോഫ്റ്റ്വെയറും, കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളുമാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം ഇന്ന് എത്ര പുരോഗതിയിലുള്ള വൈദ്യശാസ്ത്രമാകട്ടെ, യുനാനി ചികിത്സയാകട്ടെ, ആര്യന്മാരുടെ കാലത്തുണ്ടായിരുന്ന ചികിത്സയാകട്ടെ, ഹോമിയോ ചികിത്സയാകട്ടെ, എല്ലാ ചികിത്സയും ഇന്ന് ഉള്ളത് ശാരീരിക ശാസ്ത്രത്തിന് വേണ്ടി മാത്രമാണ്.
മാനസിക ചികിത്സയ്ക്ക് വിശുദ്ധ ഖുർആനിലല്ലാതെ യാതൊരു ചികിത്സയും ഇന്ന് കണ്ടെത്തിയിട്ടില്ല. മാനസിക രോഗമായ ഭ്രാന്ത്, അതേപോലെ പാർഷ്യൽ മാഡ്നസ്, കിർക്ക്, അതേപോലെ ഡിപ്രഷൻ, മനസ്താപം, അതുപോലെ ആങ്സൈറ്റി, ഉത്കണ്ഠ തുടങ്ങിയ, അതേപോലെ എപ്പിലെപ്സി, അപസ്മാരം തുടങ്ങിയവയ്ക്കൊന്നും ശാസ്ത്രത്തിൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദിക്കാൻ പറ്റിയ മരുന്നില്ല. എന്നാൽ ഭ്രാന്തിനെല്ലാം, മാനസിക സംഘർഷങ്ങളെല്ലാം താൽക്കാലികമായി അവർ മയക്കുമരുന്ന് പോലുള്ള കണ്ടൻസ് ഉള്ള സ്ലീപ്പിംഗ് പിൽസ് പോലുള്ള കണ്ടൻസ് ഉൾക്കൊണ്ട മരുന്നുകൾക്ക് നൽകി അവരുടെ വയലൻസ്, അവരുടെ അക്രമശക്തി കുറക്കുകയാണ് ചെയ്യുകയെന്ന് മെഡിക്കൽ ഡോക്ടർമാർ, അതേപോലെ മാസ്റ്റർ ഡിഗ്രി എടുത്ത മെഡിക്കൽ ഡോക്ടർമാരും എല്ലാം വിവരിക്കുന്നതായിട്ട് കാണാം. സയൻസിൻ്റെ നഗ്ന സത്യമാണത്. എന്നാൽ നമ്മൾ എന്തൊരു രോഗം വരുമ്പോഴും ഇന്ന ഡോക്ടർ എന്നെ ചികിത്സിക്കും, ഇന്ന ഡോക്ടർ പൂർണ്ണമായി, ഇന്ന ഹോസ്പിറ്റൽ പൂർണ്ണമായി എൻ്റെ രോഗം ശിഫയാക്കും എന്ന് പറയൽ അത് ഷിർക്കാണെന്നാണ് ഇമാമുകൾ വിവരിച്ചിരിക്കുന്നത്. നമ്മുടെ വൈദ്യശാസ്ത്രമാണെങ്കിലും, അതുപോലെ ഔഷധങ്ങളാണെങ്കിലും, അതുപോലെ നമുക്ക് വേണ്ടി റുഖ്യ ചെയ്തു തരുന്ന, അനുവദനീയ മന്ത്രം ചെയ്തു തരുന്നവരാരും ശമനം കൊണ്ടുവരില്ല. ശമനം അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്നാണ്. അതിനുള്ളൊരു മാർഗം മാത്രമാണ് നാം തേടുന്ന മെഡിക്കൽ സയൻസിലെ വൈദ്യശാസ്ത്രവും അതേപോലെ ഡോക്ടറും എല്ലാം എന്ന് കരുതിയിട്ട് നമ്മൾ ചികിത്സിക്കണം എന്ന് ഇമാമുകൾ വിവരിച്ചിരിക്കണം കാണാം. അല്ലെങ്കിൽ അഷാഫി എന്ന നാമത്തിൽ ഈ ഡോക്ടർ ആണ് എൻ്റെ രോഗം മാറ്റിയത് എന്നുള്ള ഇത് അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ എന്നുള്ള ചിന്ത വരുമ്പോൾ അത് ഷിർക്കായിട്ട് വരും. അതിൽ അള്ളാഹു നമ്മെ കത്തിരിച്ചുമാറാകട്ടെ. ആമീൻ. അപ്പം ഷാഫി അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ വചനം സൂറത്ത് അശ്ശൂറയിലെ 80-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിവരിച്ചു തരുന്നത്, വൈസാ മറിയത്തു, എനിക്ക് അസുഖം വന്നാൽ, എനിക്ക് രോഗം വന്നാൽ, ഫഹുവ യഷ്ഫീൻ, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് രോഗം ഷിഫയാക്കുന്നവൻ എന്നാണ്. അവിടെ ഡോക്ടറാണ് എന്ന്, അന്നത്തെ വൈദ്യന്മാരാണെന്നും ഹിപ്പോക്രേറ്റ്സ് ആണെന്നും എന്നൊന്നും ആര് പറഞ്ഞില്ല. ഇമാം നമ്മുടെ ലോകത്തിലെ തൗഹീദിനെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ നേതാവായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ല. ഇബ്രാഹിം സ്വലാം പറഞ്ഞു, എനിക്ക് രോഗം വന്നാൽ അത് അള്ളാഹുവാണ് ഷിഫയാക്കുക എന്നാണ്. ഇതന്നെയാണ് സത്യവിശ്വാസികളും പറയേണ്ടത്. എനിക്ക് രോഗം വന്നാൽ അള്ളാഹുവാണ് ഷിഫയാക്കുക എന്നുള്ളത്. ഇനി അതല്ല ഡോക്ടറാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡോക്ടർമാരുടെ ഫെയിലിയർ, കുറവ്, മുടന്ത് ആണ് എന്ത് മാനസിക രോഗങ്ങൾക്ക്. ഒരു സൈക്കാട്രിസ്റ്റിനും ഒരു മാനസിക രോഗവിദഗ്ധ ഡോക്ടർമാർക്കും ചികിത്സ നൽകാൻ കഴിയില്ല. അത് വിശുദ്ധ ഖുർആനിൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ സൂറത്തുൽ ഇസ്രായിൽ 52-ാമത്തെ സൂക്തത്തിൽ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ, അത് പഠിക്കുന്നതിലൂടെ, അത് പിൻപറ്റുന്നതിലൂടെ ഷിഫ നൽകുന്നു, കാരുണ്യം നൽകുന്നു ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഭാഗത്തും. ലിൽ മുഅ്മിനീന, വിശ്വാസികൾക്ക്. വല യസിദുൽ ളാലിമീന, എന്നാൽ ലാലിമീങ്ങൾക്ക്, അക്രമികൾക്ക്, അത് അധർമ്മകാരികൾക്ക് ഇല്ല ഖസാറ, തിന്മയില്ലാതെ ഒന്നും വർദ്ധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയ സമാധാനവും, അതേപോലെ കിർക്ക് മുക്തിയും, അതേപോലെ ഹൈപ്പർ ടെൻഷൻ മുക്തിയും, അതുപോലെ സംഘർഷമുക്തിയും, അതുപോലെ ഉത്കണ്ഠ മുക്തിയും, അതേപോലെ മനസ്താപമുക്തിയും ഇതെല്ലാം ലഭിക്കുന്ന ഹൃദയം വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ മുഅ്മിനീങ്ങളുടെ ഹൃദയമാണ്. മറ്റുള്ള ഏത് തരത്തിലുള്ള അക്രമത്തിൽ പങ്കെടുത്താലും വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ ധിക്കരിച്ചുകൊണ്ടോ ഹദീസുകൾ ധിക്കരിച്ചുകൊണ്ടോ ലാലിമായാലും അക്രമം സംഭവിച്ചാലും ആ ഹൃദയത്തിൽ ചികിത്സിക്കാൻ കഴിയില്ല. അവന് ഏറ്റവും വലിയ വീറ്റോ പവറുള്ള രാജ്യത്തിൻ്റെ ഭരണകർത്താവായാലും നമ്മൾ പറയാറുണ്ട്,
ആളുകളുണ്ട്. അതേപോലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരു ധനികനാരെങ്കിലും ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനെ കൊണ്ടല്ലാതെ ചികിത്സിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മനസ്സിലാവും, ഒരു ഭ്രാന്തനായി അവൻ ജീവിതത്തിലേക്ക് കടന്നവൻ ഭ്രാന്തനായി മരിച്ചു പോകുന്നത് കാണാം. പൂർണ്ണമായി ചികിത്സിക്കാതെ ഭൂരിഭാഗവും നമുക്ക് വിലയിരുത്തി മനസ്സിലാകും. അതേപോലെ തന്നെ മറ്റുള്ള അവസ്മാര രോഗികൾ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് വരെ 70, 75, 80 വയസ്സിലും അത് കൊണ്ട് തന്നെ മരിച്ചു പോകുന്നവരെ കാണാം. അല്പം ചില ആളുകളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും. അതേപോലെ തന്നെ നമുക്ക് കാണാം ഹൈപ്പർ ടെൻഷൻ തുടങ്ങി അതുകൊണ്ട് തന്നെ മരിച്ചു പോകുന്ന ആളുകളെ കാണാം. അതുപോലെ ഡിപ്രഷൻ, മനസ്താപം, അതുപോലെ ഉത്കണ്ഠ, ആങ്സൈറ്റി ഇതെല്ലാം തുടങ്ങിയാൽ ആ രോഗം കൊണ്ട് തന്നെ മരിക്കുന്നവരാകുമ്പോൾ അവർ അള്ളാഹുവിനെ ഷാഫിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഷാഫിയായിട്ട് മനസ്സിലാക്കിയാൽ ആ ഷിഫ എവിടെ ഉണ്ടെന്ന് അവർ തേടും, വിശുദ്ധ ഖുർആനിനകത്ത് ഷിഫ തേടും, അവർ പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കും. അങ്ങനെ ആ രോഗം കൊണ്ട് മരിച്ചു പോകില്ല. അള്ളാഹു അതിൽ പെടുത്തി പൂർണ്ണ ആരോഗ്യം അവൻ്റെ വിശുദ്ധ ഖുർആനിൽ തേടുന്നതിൽ നമ്മയും മുസ്ലിം സമുദായത്തെ മൊത്തവും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി എന്താണ് രോഗം എന്നുദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഒരു രോഗവും വരാൻ അനുവദിക്കില്ല. അതിൻ്റെ പ്രതിവിധിയായ, അതിൻ്റെ ശമനമായ രോഗശമനം ഈ ലോകത്തേക്ക് ഇറക്കാതെ എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്, അത്രയും പരിശുദ്ധനും അത്രയും നീതിമാനുമാണ് അള്ളാഹു. പക്ഷേ മനുഷ്യരുടെ വിശുദ്ധ ഖുർആൻ ചുമക്കുന്നത് അതിൽ നിന്ന് ഫായദ എടുക്കാതെ, അതിൽ നിന്ന് ഗുണമെടുക്കാതെ ആവുമ്പോൾ കൈതകൾ ചുമക്കുന്നത് പോലെ അവൻ അനുഭവിച്ച് ദുഃഖിച്ച് അതേപോലെ ശിക്ഷ അനുഭവിച്ച് മരിക്കുന്നവരാണ്. അതിൽ അവന് അങ്ങനെ മരിക്കുമ്പോൾ അള്ളാഹുവിൽ തിന്മ ആരോപിക്കപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ നീതി മനസ്സിലാക്കാനുള്ള വിജ്ഞാനം അവന് ലഭിക്കാത്തത് കൊണ്ടും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവന് തേടാനും അത് നേടാനും കഴിയാതെ മരിച്ചു പോകുന്നത് കൊണ്ടും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതായിട്ട് കാണാം, തദാവു ഇബാദല്ലാ, നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയും വേണം, അതേപോലെ വൈദ്യശാസ്ത്രം കൊണ്ടുള്ള ചികിത്സയും വേണം. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു അതിപരിശുദ്ധനായ റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ലം യൽഅദാൻ, ഒരു രോഗവും അനുവദിച്ചിട്ടില്ല ഈ ലോകത്ത് സംഭവിക്കാൻ. ഇല്ല വലാ മഅഹു ഷിഫ, അതിൻ്റെ ശമനമില്ലാതെ. ഇല്ലൽ ഹറം, വാർദ്ധക്യം പ്രാപിച്ച് ഉണ്ടാകുന്ന രോഗങ്ങളല്ലാതെ മറ്റെല്ലാ രോഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് രോഗം? രോഗത്തെക്കുറിച്ച് ലിസാനുൽ അറബിൽ നമുക്ക് കാണാം, വോളിയം 1 പേജ് 79. അദ്ദാഉ, രോഗമെന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉ, ഒരു സർവനാമമാണത്. സർവനാമമാണ്, വിവിധ അർത്ഥം കുറിക്കുന്ന നാമമാണ്. ലികുല്ലി മർലിൻ വ ഐബിൻ ഫിർ റിജാലി ലാഹിറി ഔ ബാത്തിൻ, ഒരു മനുഷ്യനിൽ വ്യക്തമായും അവ്യക്തമായും ഉണ്ടാകുന്ന സർവ്വരോഗങ്ങളും അതിൽപ്പെട്ട്, മാനസിക രോഗം പെട്ട്, ശാരീരിക രോഗം പെട്ട്, അതുപോലെ ഐബുകൾ, കുറവുകൾ പെട്ട്. എന്തൊക്കെ കുറവ്? അവനുള്ള പിശുക്ക്, അവനുള്ള അസൂയ, അവനുള്ള ചതി, വഞ്ചന, ഇതെല്ലാം എന്തിൽപ്പെട്ട് രോഗത്തിൽപ്പെട്ട്. അതിനെല്ലാം പ്രതിവിധി അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ഭൂമിയിൽ. എന്താ പറഞ്ഞത്? മാ അൻസലല്ലാഹു ദാൻ, സഹീഹ് ബുഖാരിയിൽ കാണാം, പ്രബലമായ ഹദീസായിട്ട് 56-58 അള്ളാഹു ഭൂമിയിലേക്ക് ഒരു രോഗവും വരാൻ അനുവദിക്കില്ല. ഇല്ല അൻസലല്ലാഹു ലഹു ഷിഫ, അതിനുള്ള ഷിഫ അതിൻ്റെ കൂടെ ഇറങ്ങിക്കൊണ്ടല്ലാതെ. നമുക്കറിയാം, ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള പ്രതിവിധി എന്നതുപോലെ 2 ചിറകുമായിട്ടാണ് രോഗമിറങ്ങുക. പക്ഷേ അജ്ഞനായ വിശുദ്ധ ഖുർആനെ മനപ്പാഠം മാത്രമാക്കി പിശാചി പിന്നോട്ട് വലിച്ച് നരകത്തിലേക്ക് എറിയുന്നവർ ഒരു കൂട്ടത്തിൽ, അതിൻ്റെ ഗുണമില്ലാതെ അള്ളാഹു ഇറക്കിയ ഷിഫ അറിയാതെ ഏതൊരു വീക്കിനും, മാനസികമായ വീക്ക് പോയിന്റിനും, ശാരീരികമായ വീക്ക് പോയിന്റിനും, സാമൂഹികമായ വീക്ക് പോയിന്റിനുമുള്ള മരുന്ന് കണ്ടെത്താതെ മരിച്ചു പോകുന്നവർ നമുക്കറിയാം. അതുപോലെ മദർസ, അള്ളാഹു
കാത്തിരിക്കുമാറാട്ടെ. അതുപോലെ മദ്രസയിൽ അല്പം മാത്രം പോയി ഭൗതികമായ വിജ്ഞാനവും മാത്രം കൂട്ടിവെച്ചവരും മാനസിക ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെ സമൂഹത്തിലുണ്ടായ ഫിറ്റ്നസ് ലഭിക്കാതെ മരിച്ചു പോകുന്നതായിട്ട് കാണാം. സാമൂഹിക ഫിറ്റ്നസ്സും വിശുദ്ധ ഖുർആൻ പിൻപറ്റുമ്പോൾ നമ്മുടെ സ്വഭാവം സച്ചരിതരുടെ സ്വഭാവമാകുമ്പോൾ നമുക്ക് മുസ്ലിങ്ങളും എല്ലാം അനുകൂലമായി നമുക്ക് വേണ്ടപ്പെട്ടവരായി അവരുടെ ഹൃദയത്തിലെല്ലാം നമുക്ക് സ്നേഹവും ഇണക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും. അത് അപ്പോൾ വിശുദ്ധ ഖുർആൻ ആകുന്നവർക്ക് 2 ശിഫയും കിട്ടില്ല. അവർക്ക് ശാരീരികമായ ഫിസിക്കൽ ഫിറ്റ്നസ് അല്പം മാത്രം ലഭിക്കുള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസ് ലഭിക്കണമെങ്കിലും ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് മാനസികമായ ഫിറ്റ്നസ് ഇല്ലാതെ ശാരീരികമായ ഫിറ്റ്നസ് ഉണ്ടാവില്ല. കാരണം ശാരീരികമായി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രഷർ കൂടുകയും അതേപോലെ അവൻ്റെ ടെൻഷൻ കൂടുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് മാറുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും താറുമാറാകും എന്നാണ് സയൻസ് കണ്ടുപിടിച്ചത്. മുൻകാലങ്ങളിൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം തൻ്റെ തിബ്ബുൻ നബവി പ്രൊഫറ്റിക് മെഡിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈദ്യശാസ്ത്രത്തിൽ വിവരിച്ചത്. അപ്പോൾ അള്ളാഹുവാണ് ഷാഫി, അള്ളാഹുവാണ് സർവ്വരോഗ നിവാരണവും സർവ്വക്കുറവുകളുടെ നിവാരണവും. കുറവുകൾ നമ്മൾ പറഞ്ഞു, മാനസിക രോഗങ്ങൾ തന്നെ ഉണ്ട്, അതേപോലെ സ്വഭാവ ഗുണങ്ങളുടെ ശുദ്ധീകരണവും ഉണ്ട്. അതെല്ലാം രോഗമായിട്ടാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ ആര് വിവരിച്ചിരിക്കുന്നത്? ഇസ്ലാമിലെ ഏറ്റവും പ്രാമാണിക നിഘണ്ടുവായ ലിസാനുൽ അറബിൽ ഇമാം ഇബ്നു മൻദൂർ റഹിമഹുല്ലാഹ് വിവരിച്ചിരിക്കുന്നത് തൻ്റെ പേജ് നമ്പർ ഇമാം ഇബ്നു മൻദൂർ റഹിമഹുല്ലാഹ് പേജ് നമ്പർ 1 തുടക്കത്തിൽ തന്നെ പേജ് നമ്പർ 79 വോളിയം നമ്പർ 1 വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുറവുകളും ചികിത്സിക്കാൻ സുബ്ഹാനല്ലാഹ്, മാനസികമായ കുറവുകൾ, സ്വാഭാവികമായ കുറവുകൾ, മാനസിക രോഗം, ശാരീരിക രോഗം, അതേപോലെ സാമൂഹിക ഫിറ്റ്നസ്, ഇതെല്ലാം ലഭിക്കണമെങ്കിൽ അള്ളാഹുവാണ് ഷാഫി എന്ന് വിശ്വസിക്കണം. അള്ളാഹു ഷാഫി എന്ന് വിശ്വസിക്കാതെ ആ ഷിഫ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും മറ്റുമുള്ള മുടന്തൻ ആണെന്ന് വിശുദ്ധ ഖുർആനുമായി താരതമ്യപ്പെടുത്തി നമുക്ക് തെളിയിക്കാൻ കഴിയും. സൗദി അറേബ്യയിലെ നമ്മുടെ സഹോദരങ്ങളായ സൗദി ഡോക്ടർമാർ തന്നെ അതിന് തയ്യാറാണ്. അവർ പറയുന്നതാണ് മുടന്തനാണ് എല്ലാ സയൻസും വിശുദ്ധ ഖുർആൻ്റെ സയൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. അതുകൊണ്ട് സത്യവിശ്വാസികൾ, മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അവർക്ക് സാമൂഹികമായി ഫാസിസ്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അതേപോലെ ശാരീരികമായി പേശാചികൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ആണ് വളരെയധികമുള്ളത്. സുബ്ഹാനല്ലാഹ്, ആ രോഗങ്ങളെല്ലാം അരിവെപ്പ് എന്നെല്ലാം പറഞ്ഞ് എഴുതിത്തള്ളലാണെന്ന് സയൻസ് പറയുന്നതായിട്ട് നമുക്ക് കാണാം. മെഡിക്കൽ ഡോക്ടർമാർ, ഇന്ത്യൻസും സൗദിയിലെ ഡോക്ടർമാരും പറയുന്നത്, അതിൻ്റെ ബുക്കുകൾ തന്നെ നമുക്ക് ലഭ്യമാണ്. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ എല്ലാത്തരം രോഗത്തിൻ്റെയും ഷാഫി അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവാണ് അഷാഫി. യാ റബ്ബ് യാ ഷാഫി യഷ്ഫി മർലാനായ റബ്ബൽ ആലമീൻ. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ശാരീരിക രോഗങ്ങളും കുറവുകളും, അതേപോലെ നമ്മുടെ മാനസിക രോഗങ്ങളും കുറവുകളും, അതേപോലെ സ്വഭാവത്തിൽ ഉള്ള വികൃതങ്ങളായിട്ടുള്ള രോഗങ്ങളും, അതേപോലെ സമൂഹത്തിൽ നമുക്കുള്ള രോഗങ്ങളും, അതുപോലെ ഉള്ള പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു നീയാണ് ഷാഫി. അള്ളാഹുവെ നീ ഷിഫയാക്കണ റബ്ബെ. നിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതുപോലെ ഇഷ്ഫി, അള്ളാഹുവെ ഷിഫയാക്കണേ. അന്ത ഷാഫി, നീയാണ് ഷാഫി, നീ മാത്രമാണ് യഥാർത്ഥമായി രോഗം ഷിഫയാക്കുന്നതിൽ. എല്ലാ ഷിഫ ഇല്ലാ ഷിഫാക്ക്, നീ നൽകുന്ന ഒരു ഷിഫ അല്ലാതെ, രോഗശമനമല്ലാതെ ഈ ലോകത്തിൽ രോഗശമനമില്ല റബ്ബെ. സർവ്വരോഗങ്ങളും നമ്മുടെ മാനസിക, ശാരീരിക, പൈശാചികമായിട്ടുള്ള രോഗങ്ങളുമെല്ലാം നീ ഷിഫയാക്കി അനുഗ്രഹിക്കണേ നാഥ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അലം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.